ഭഗവത്ഗീതയിലെ 16-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദേവാസുര സമ്പദ് വിഭാഗ യോഗം എന്നാണ്. ദേവാസുര ദേവനും സമ്പദ് വിഭാഗ യോഗം. എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും ധാർമ്മികമായ ഫലത്തിനായിട്ടല്ല പെരുമാറേണ്ടത്. ദേവസ്വഭാവവും അത് സ്വാതന്ത്ര്യമാണ്, അസുരസ്വഭാവം ബന്ധനമാണ്. ദേവ അസുര സമ്പദ് വിഭാഗയോഗം. എന്താണ് സമ്പത്ത്? സ്വാതന്ത്ര്യമാണ്. നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്? ദേവസ്വഭാവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിന്തകളുടെ ഒരു വെറൈറ്റി, എനിക്കെന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന ആ സാധ്യത എന്നിലുണ്ട് എന്ന് ഞാൻ അറിയുന്ന, ഞാനായി മാറുന്ന, ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുന്ന, എൻ്റെ അറിവിനെ എനിക്ക് തന്നെ ഒരു റിവാർഡായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ചെയ്തത് നന്നായി എന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റുന്ന ഫലേ ബേഷ്. മനുഷ്യൻ്റെയൊക്കെ ദുഃഖം എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? അയ്യോ ഞാനിത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുമ്പോഴാണ്. ആ തോന്നലില്ലാതെ എന്നെ കൊണ്ടു നടക്കുന്ന ഭഗവാനിലേക്ക് ഞാൻ ലയം പ്രാപിച്ചു ചേരുമ്പോൾ, എൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും നയിക്കുമ്പോൾ, പൂർണ്ണമായിട്ടും ആത്മീയ പുരുഷനായിട്ട് മാറുമ്പോൾ, ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഒരിക്കലും ഞാൻ എന്നെ കുറ്റം പറയാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ എനിക്ക് കിട്ടുന്നൊരവസ്ഥയാണ് സ്വാതന്ത്ര്യം. അത് ധാർമ്മികമായ കാര്യമായിട്ട് മാറും. ഓരോ പ്രവൃത്തിയിലും കാണും. അതിനു വേണ്ടി ചിന്തിച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല, ചെയ്യുന്നതൊക്കെ അങ്ങനെയായി മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന പ്രവൃത്തികളെ ഞാൻ ചെയ്യുള്ളൂ. മനസ്സിലല്ല, ബുദ്ധിയിലല്ല, ആത്മാവിലാണ് എൻ്റെ കൺട്രോൾ. അപ്പോഴാണ് ഉദ്ധരേത് ആത്മനാത്മാനാം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എത്തിച്ചേരുന്നൊരവസ്ഥ. അങ്ങനെ എത്തിച്ചേരുമ്പോൾ ഞാൻ എന്നെ കുറ്റം പറയാത്തൊരവസ്ഥ വരും. അവിടെയാണ് എനിക്ക് സ്വാതന്ത്ര്യം. ഓരോ നിമിഷവും അയ്യോ ചെയ്യണ്ടായിരുന്നു, ഞാൻ ആർക്കോ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചിന്തയിലൊക്കെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു കെട്ടുപാടുണ്ടല്ലോ, അതിൽ നിന്ന് മുക്തനാവുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഫലേഭേഷ് എന്ന് പറയാൻ സാധിക്കും. ആ അവസ്ഥയാണ് ദേവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് പറയുന്നത്.